ഹലോ ഗൈസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂകാംബിക ദേവി വിളിച്ചാൽ മാത്രമേ നമുക്ക് മൂകാംബികയ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്? ഇത് അങ്ങനെ ഒരു യാത്രയെക്കുറിച്ചാണ് കേട്ടോ. മുന്നേ പലവട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നടക്കാതെ പോയൊരു യാത്രയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദിവസം തന്നെ എനിക്ക് അവിടേക്ക് പോകാൻ സാധിച്ചു. ഇനി ഞാൻ എങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് മൂകാംബികയ്ക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്നതിനെ കുറിച്ചാട്ടോ പറയുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് മൂകാംബികയിലേക്ക് പോകാനായിട്ട് ഞാൻ ട്രെയിനാട്ടോ ചൂസ് ചെയ്തത്. അതും ബൈന്ദൂർ മൂകാംബിക സ്റ്റേഷനിലേക്കാട്ടോ നമുക്ക് പോകാനുള്ളത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഡെയിലി സർവീസ് ആയിട്ടുള്ള ട്രെയിൻ നമ്പർ 1634 നേത്രാവതിയും വീക്ക്ലി സർവീസ് ആയിട്ടുള്ള ട്രെയിൻ 1633 വരാവൽ എക്സ്പ്രസും 1633 ഗാന്ധിരത്ന എക്സ്പ്രസ് ആട്ടോ ഉള്ളത്. അത് തിങ്കളാഴ്ച പോകുന്ന 1633 വരാവൽ എക്സ്പ്രസ് ആട്ടോ ഞാൻ ചൂസ് ചെയ്തത്. കാരണം വൈകുന്നേരം 3:45 എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബൈന്ദൂർ മൂകാംബിക സ്റ്റേഷനിലെത്തും. ഒരു 15 മണിക്കൂറോളം വരുന്ന യാത്ര ആയതുകൊണ്ട് ഞാൻ സ്ലീപ്പറാണ് കേട്ടോ എടുത്തത്. സ്ലീപ്പർ ചാർജ് വരുന്നത് 441 രൂപയും ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് 225 രൂപയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൂകാംബികയ്ക്ക് പോകുന്നത്. അതും ഒറ്റയ്ക്കാണ് എൻ്റെ യാത്ര. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്ന ഫാമിലി അവരും മൂകാംബികയ്ക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐഡിയ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഒന്ന് ഉറങ്ങിണീറ്റപ്പോഴത്തേക്കും ട്രെയിൻ ബൈന്ദൂർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃത്യം 7 മണിക്ക് തന്നെ ട്രെയിൻ ബൈന്ദൂർ മൂകാംബിക റോഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാണ്, സിംഗിൾ ട്രാക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ അധിക ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല. ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാണെങ്കിലും ഇതിൻ്റെ വൃത്തിക്കും സൗകര്യങ്ങൾക്കൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. AC ഫെസിലിറ്റിയോടുള്ള വെയിറ്റിംഗ് റൂം ചെറിയ നിരക്കിൽ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നവർ. ഞാൻ എങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം, മൂകാംബികയ്ക്ക് പോകാമെന്നായിരുന്നു അടുത്ത ലക്ഷ്യം. പുറത്തിറങ്ങിയപ്പം തന്നെ ഷെയർ ടാക്സി, ഷെയർ ഓട്ടോ എന്നിവ ആൾക്കാരുടെ ബഹളം തന്നെയായിരുന്നു കേട്ടോ. ഏകദേശം 300 രൂപ മുതൽ 150 രൂപ വരെയാണ് കേട്ടോ അവരുടെ നിരക്ക് വരുന്നത്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് 600 മീറ്റർ മാത്രമേ മെയിൻ റോഡിലേക്ക് വരുന്നുള്ളൂ. അവിടെ നിന്ന് കൊല്ലൂരേക്ക് എപ്പോഴും ബസ്സുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടും ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഷെയർ ടാക്സി, ഷെയർ ഓട്ടോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം കേട്ടോ. കാരണം അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വരുമ്പോൾ ഒരു 100 രൂപ വരെ കുറഞ്ഞെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നടക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ബസ്സാണ് കേട്ടോ നല്ലത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ എന്തായാലും ബസ്സിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. അവിടെ നിന്ന് നടന്ന് പെട്ടെന്ന് എത്താമെന്നുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ റോഡിലേക്ക്. മെയിൻ റോഡിലേക്ക് ഞാൻ എത്തിയപ്പോൾ തന്നെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴേ കയറി സൈഡ് സീറ്റ് പിടിച്ചു കേട്ടോ. കാരണമൊന്നുമല്ല, കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിയ ഒരു കാര്യമുണ്ട്. ബസ് നിറയെ മലയാളികളായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ തിരിച്ച് കേരളത്തിൽ തന്നെ എത്തി. 5 മിനിറ്റ് കൊണ്ട് ബസ് ഫുള്ളായി. അപ്പം തന്നെ ബസ് എടുത്തു കേട്ടോ. ബസ്സിൽ വരുന്ന ചാർജ് 43 രൂപ മാത്രമാണ്. ഞാൻ പിന്നെ സൈഡ് സീറ്റ് എടുത്തതിന് വേറൊരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ സിനിമയിലെ കണ്ട ഒരു കാഴ്ചയുണ്ട്, മൂകാംബിക എന്നൊരു ഗോപുരം. സിനിമയിൽ മാത്രമല്ല കേട്ടോ, അല്ലാത്ത വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആദ്യമായിട്ട് മൂകാംബികയിൽ വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൊണ്ടാണ് എനിക്ക് അത് കാണാനായിട്ട് ഭയങ്കര ത്രില്ലായിരുന്നു. ഈ രാവിലത്തെ ഒരു ക്ലൈമറ്റിൽ കാര്യം അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളും ഉള്ളൊരു സമയമായിരുന്നു. ഒരു 7:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ എൻ്റെ മുന്നിൽ ആ കാഴ്ച എത്തിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു രാവിലത്തെ ക്ലൈമറ്റിൽ കേട്ടോ. അത് ഗോപുരം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. രാവിലെ ഏകദേശം 8 മണിയായപ്പം തന്നെ ബസ് കൊല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ശാന്തമായിട്ടുള്ള ബസ് സ്റ്റാൻഡാണ്. തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അത്രേ ഉള്ളതുകൊണ്ട് നടക്കുന്നതാണ് നല്ലതെന്ന് തോന്നി നടക്കാൻ തീരുമാനിച്ചു. ഇവരൊക്കെ ബസ് ഉണ്ടായിരുന്നവരാണ് കേട്ടോ. മലയാളികളാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ബസ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയതൊക്കെ. ഓക്കെ, ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തേക്കാണ് കേട്ടോ നമുക്ക് സൗവർണികയിലേക്ക് പോകാനുള്ള വഴി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ വഴി. ഇവിടെ യൂണിവേഴ്സിറ്റി, കോളേജ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടുന്ന് വെറും 200 മീറ്റർ മുന്നോട്ട് പോയാൽ അമ്പലത്തിലേക്ക് പോകാം. രാവിലത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പൂവും കാര്യങ്ങളും മഞ്ഞും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ അമ്പലത്തിൻ്റെ പ്രധാന എൻട്രിയിലൂടെ എത്തി. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ വലതുവശത്ത് കാണുന്ന ജഗദാംബിക ഗസ്റ്റ് ഹൗസിനാട്ടോ ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നത്. അതും കർണാടക ടെമ്പിൾ അക്കോമഡേഷൻ എന്ന സൈറ്റിലൂടെ കേട്ടോ. അത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. വെറും 250 രൂപ മാത്രമാണ് സിംഗിൾ റൂമിന് വരുന്ന ചാർജ്. ഡബിൾ റൂമിന് വരുന്നത് 500 രൂപയും. ഇത് വലിയൊരു റേറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇവിടുത്തെ ചെക്കിനും ചെക്കൗട്ടൊക്കെ രാവിലെ ആയതുകൊണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ചെക്കൗട്ട് കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളിവിടെ ചെക്കിൻ ചെയ്യുന്ന സമയത്ത് ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ തിരിച്ചു തരും കേട്ടോ അവർ. റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ആയിരുന്നു കേട്ടോ. ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 7 മണി വരെ ഉള്ളൂ. എത്തിയ തിരക്കിൽ റൂമിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ കുളിച്ച് ഫ്രഷായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്ന അമ്പലം ആയതുകൊണ്ട് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല പോകാനായിട്ട്. ഞാൻ നേരെ അമ്പലത്തിൻ്റെ പിള്ളിലേക്ക് എത്തി. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. 4 അമ്പലത്തിനകത്ത് കയറിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇടതുവശത്ത് നമ്മളെ നോർമൽ ദർശനവും കാര്യങ്ങളൊക്കെയാണ്. വലതുവശത്താണ് സ്പെഷ്യൽ ദർശനമൊക്കെ. 500 രൂപ, 100 രൂപ അങ്ങനെ പല നിരക്കിൽ സ്പെഷ്യൽ ദർശനം ഉണ്ട് കേട്ടോ. ഞാൻ നമ്മളെ നോർമൽ ദർശനത്തിലാണ് കയറുന്നത്. അത്യാവശ്യം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നട അടച്ചേക്കുന്നതുകൊണ്ട് എന്തോ ചടങ്ങായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് കേട്ടോ ദർശനം നടന്നു. പുറത്തിറങ്ങി അമ്പലത്തിന് ചുറ്റും ഒന്ന് കറങ്ങി അമ്പലത്തിൻ്റെ പുറത്തുള്ള ബാക്കി പ്രതിഷ്ഠയൊക്കെ ഒന്ന് തൊഴുതു. അതിനുശേഷം കുറച്ച് നേരം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ സമാധാനമായിട്ടിരുന്നു കേട്ടോ. നല്ലൊരു സമാധാനമുള്ള ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്.
എൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ഇന്ന്. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ എൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരു ദിവസം കൂടെ ആയിരുന്നു. അതും ഇവിടെ തന്നെ അമ്മയെ കാണാൻ പറ്റുമോ എന്നുള്ളത് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ പലവട്ടം പോകാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും സാധിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ എനിക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ നേരെ ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി പുറത്തിറങ്ങി ഫുള്ളും ഒന്ന് കറങ്ങിയിട്ട് നേരെ അന്നദാനം കഴിക്കാനാണ് കേട്ടോ പോയത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം തുടങ്ങും കേട്ടോ. ഇതാണ് കേട്ടോ അന്നദാന മണ്ഡപത്തിൽ പോകാനുള്ള വഴി. ഇവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രിയും അന്നദാനമുണ്ട്. പിന്നെ ഇവിടെ ചെരിപ്പിടാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് മാറി വന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് നമ്മൾ കുടജാത്രി പോകാണ്ടിരിക്കുക. ഞാൻ അന്നദാനം കഴിഞ്ഞതിന് ശേഷം കുടജാത്രി പോകാനുള്ള യാത്രയും കൂടെ കണക്കാക്കിയാണ് കേട്ടോ റൂമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ തീരെ വിചാരിച്ചില്ല തിരക്കുണ്ടാവുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ലൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നദാനം അത് പറയാതിരിക്കാൻ വയ്യ. പായസം ഉൾപ്പെടെയുള്ള അന്നദാനം തന്നെയായിരുന്നു കേട്ടോ. പായസമൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാനിവിടുന്ന് അന്നദാനം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ രഥവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡിലേക്ക് ഞാൻ പോയ കേട്ടോ. ഇനി ഇവിടുന്ന് കുടജാത്രയിലേക്ക് പോകാനുള്ള യാത്രയാണ് കേട്ടോ. ഇവിടുന്ന് ഇനി എങ്ങനെ കുടജാത്രയിലേക്ക് പോകാനെന്ന് ഞാൻ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഒരു 200 മീറ്റർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു പാലം ഉണ്ടാവും. അതിനടുത്ത് തന്നെ ജീപ്പ് ഉണ്ടാവും എന്ന് അവർ പറഞ്ഞു. മുന്നേ ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിരുന്നു ജീപ്പ് സ്റ്റാൻഡ് വന്നിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റി 200 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പാലം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ടേണിംഗ് ജീപ്പ് സ്റ്റാൻഡ് ഉണ്ടാവുക. പക്ഷെ ഞാനവിടെ പോയപ്പോൾ മിനിമം 8 പേരുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പെട്ടു കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ലളിതാംബിക ഗസ്റ്റ് ഹൗസ്. ഇതൊക്കെ നമ്മുടെ മറ്റേ വെബ്സൈറ്റിൽ തന്നെ ഉള്ള റൂംസ് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇരിക്കെ ഒരു ഫാമിലി വന്നു കേട്ടോ. അവർ 4 പേരും അല്ലാതെ വന്ന 2 ചേട്ടന്മാരും ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഏകദേശം 470 രൂപ കേട്ടോ ഒരാൾക്ക് വരുന്ന ചാർജ്. പക്ഷേ ഞങ്ങൾ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഞങ്ങൾ കൺവീൻ ചെയ്തു പുള്ളിക്ക് ഞങ്ങൾ എക്സ്ട്രാ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പുള്ളി ജീപ്പ് എടുക്കാൻ സമ്മതിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ യാത്ര തുടങ്ങി. അത്യാവശ്യം നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ജീപ്പിൽ. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ തന്നെ ജീപ്പിലെ ചേട്ടൻ പാസ് എടുക്കാനായിട്ട് പോയി. ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന കണക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. നമുക്ക് യാതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ വീണ്ടും യാത്ര തുടങ്ങി. ആദ്യമൊക്കെ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നോർമലി ഉള്ളൊരു മൺ റോഡ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഇതൊരു 1.5 ട്രക്കിംഗ് തന്നെയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. ഒരിടത്തും പിടിക്കായിരുന്ന നമ്മളെല്ലാവരും 2 കൈ 2 കാലും എവിടെയൊക്കെയോ ലോക്ക് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലി അവർ തൃശ്ശൂരിൽ നിന്ന് വന്ന കേട്ടോ. അച്ഛനും അമ്മയും മോനും മോളും പിന്നെ 2 ചേട്ടന്മാരും. ഇവർ ബസ് ഡ്രൈവർമാരാണ്. ഒരു ട്രിപ്പുമായിട്ട് മൂകാംബികയിൽ വന്ന കേട്ടോ. ഒരു ട്രിപ്പ് അവിടെ ആക്കിയിട്ട് ഇവർ നേരെ ഗുജറാത്തിലേക്ക് പോയിട്ട് വന്ന. അവസാനം ഞാനും ഇവരുമായി കേട്ടോ കമ്പനി. കാര്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് എനിക്ക് വേറെ കൂട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ജീപ്പ് യാത്ര അതൊരു 1.5 യാത്ര തന്നെയാണ് കേട്ടോ. മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുടജാത്രയിൽ പോകാതെ നമ്മൾ തിരിച്ചു പോകരുത് കേട്ടോ. ഈ യാത്ര ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തരുന്ന യാത്ര തന്നെയാണ്. കാര്യം ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇത്രയും അടിപൊളിയാവാൻ കാരണം കൂടെ വന്ന ഫാമിലിയും ചേട്ടന്മാരാണ് കേട്ടോ. അവർക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടോ എനിക്ക് അവർ കാരണം ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും കിടില യാത്ര തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇനി കുടജാത്രയിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കണ്ണെത്താ ദൂരത്തെ മലയും കുന്നുമൊക്കെ കണ്ട് ഏകദേശം 1 മണിക്കൂറിന് മേളിൽ വരുന്ന യാത്ര കഴിഞ്ഞ് നമ്മളെത്തുന്നത് മൂലസ്ഥാനത്തേക്ക് കേട്ടോ. മൂലസ്ഥാനത്ത് നിന്നും പിന്നെ നമ്മൾ നടന്നാണ് സർവ്വജ്ഞപീഠത്തിലേക്ക് പോകാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുടജാത്രയിൽ മൂലസ്ഥാനത്ത് കേട്ടോ. മൂലസ്ഥാനത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മുകളിലേക്ക് ട്രക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സർവ്വജ്ഞപീഠത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിനു മുന്നേ പ്രധാന ക്ഷേത്രമുണ്ട് കേട്ടോ, മൂകാംബിക ദേവിയുടെ. അവിടെ ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എല്ലാവരും സർവ്വജ്ഞപീഠത്തിലേക്ക് യാത്ര തുടങ്ങുന്നത്. ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്ന് തന്നെ നീങ്ങണം. നല്ല മല തന്നെയാണ് കയറാനുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു കയറാനൊക്കെ. ഞാൻ ചെന്ന സമയം ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വെയിലൊക്കെ അങ്ങ് മാറി. ഓരോ മല കയറുമ്പോഴും കാഴ്ചയുടെ വിസ്മയം കൂടിക്കൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു കുപ്പി വെള്ളം ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. വെള്ളം കരുതുന്നത് നല്ലതാണ്. പക്ഷേ പ്ലാസ്റ്റിക് കുപ്പികൾ അവിടെ ഉപേക്ഷിച്ച് പോകാണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ട കേട്ടോ. അതിൽ ഇവിടെയും പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാഴ്ചയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ആയിരുന്നതുകൊണ്ട് നന്നായിട്ട് കണ്ടു തന്നെ പോയി കാഴ്ചകളൊക്കെ. വെയിലുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. മല മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് വരുന്ന കാടും മഴയത്ത് ഒന്നിറങ്ങി ഉരുളം കല്ലുകളൊക്കെ ചവിട്ടി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ സർവ്വജ്ഞപീഠം അങ്ങ് ദൂരെ കാണാൻ കഴിയും കേട്ടോ. അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, ഒരു സൈഡിൽ വെയിലാണെങ്കിൽ മറ്റൊരു സൈഡിൽ മഞ്ഞാണ് കേട്ടോ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും മഴക്കാലത്ത് എത്ര മനോഹരമായിരിക്കും കുടജാത്രി എന്ന്. എനിക്ക് ഒറ്റ ആരോഗ്യം ഇവിടുന്ന് സർവ്വജ്ഞപീഠം കണ്ടപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ, മഴക്കാലത്ത് ഒന്നുകൂടെ വരണമെന്ന്. കാരണം ഈ വേനൽക്കാലത്ത് ഇത്ര ഭംഗിയാണെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കും ഭംഗി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഗുജറാത്തിൽ വരണമെന്നോ സർവജ്ഞ കൂടെ കാണണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം. ഇവിടെ വന്ന് ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലി കുറച്ച് പയ്യ നടന്നു വന്നത്, അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് കുറേ നേരം ഇവിടെ ഇരുന്ന് കേട്ടോ. ഏകദേശം അരമണിക്കൂറോളം ഇവിടെ ഇരുന്നു. മൈൻഡേക്ക് നല്ല പീസായിരുന്നു, എന്താ റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. മനസ്സിലുള്ള എല്ലാ ഭാരവും പോയൊരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അരമണിക്കൂറിന് ശേഷം താഴേക്ക് ഇറങ്ങി. ഞാൻ കുടജാത്രയിൽ തിരിച്ചെത്തിയതിന് ശേഷം നേരെ പോയത് സൗപർണികയിലേക്കാണ് കേട്ടോ. സൗപർണികയിൽ നിന്ന് നേരെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനവും നടത്തി ഞാൻ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു 8 മണിക്ക് ശേഷം അമ്പലത്തിലേക്ക് തിരികെ വന്നു കേട്ടോ. അമ്പലത്തിലേക്ക് തിരികെ വന്നതിന് മെയിനായിട്ടൊരു കാര്യമുണ്ട്, അത് അവിടുത്തെ കഷായ പ്രസാദം വാങ്ങാനാണ് കേട്ടോ. ഞാൻ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം ക്യൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം കുറച്ച് പുറകിലായിട്ടാണ് ഞാൻ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു അവിടുത്തെ ശീവേലി ചടങ്ങ് നടന്നത്. എനിക്ക് ഈ സമയത്ത് ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നതായിട്ടോ ഒന്നും എനിക്കറിയില്ലായിരുന്നു, പക്ഷേ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഇവിടുത്തെ ശീവേലിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വലം വയ്ക്കുമ്പോഴും ദേവിയെ ഓരോ രഥത്തിലാട്ടോ എഴുന്നള്ളിക്കുന്നത്. ആ സമയം കൊണ്ട് തന്നെ ഇവിടുത്തെ കഷായം മേടിക്കുന്ന ക്യൂ അത്യാവശ്യം വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലെ എല്ലാ പ്രധാന ചടങ്ങുകൾക്കും ശേഷം മാത്രമാണ് കേട്ടോ ഔഷധ കഷായം കൊടുക്കുന്നത്. നമുക്ക് കയ്യിൽ മേടിച്ച് കുടിക്കുകയോ ബോട്ടിൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുകയോ ഒക്കെ ചെയ്യാം. ഞാൻ അതിനുശേഷം നേരെ പോയത് അന്നദാനം കഴിക്കാനാണ് കേട്ടോ. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശേഷം അന്നദാനമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രാവിലെ 1:48 ബൈന്ദൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനുണ്ട് കേട്ടോ. പക്ഷേ ഇതിലെ പ്രധാന ചതി എനിക്ക് മനസ്സിലായില്ലായിരുന്നു. കാര്യം, കൊല്ലൂരിൽ നിന്ന് ബൈന്ദൂരേക്ക് വണ്ടിയില്ല. അതാണ് ഇതിലെ പ്രധാന ട്വിസ്റ്റ്. നിങ്ങൾ കൊല്ലൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പുലർച്ചെ പോകാനായിട്ട് കരുതി മാത്രമേ വരാവുള്ളൂ കേട്ടോ. കാര്യം 9:30 ശേഷം വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 9:30 വരെ ഓട്ടോ ചാർജ് വരുന്നത് 600 രൂപയാണ്. 9:30 ശേഷം ഓട്ടോ ചാർജ് വരുന്നത് 700 രൂപ. ഞാൻ ഈ പോകുന്ന 700 രൂപ കൊടുത്ത് ഒറ്റയ്ക്കാണ് കേട്ടോ. അതാ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം ഇതിൽ. കാര്യം, എനിക്കറിയില്ലായിരുന്നു ലാസ്റ്റ് ബസ് പോകുന്നത് 7 മണിക്കാണ്. ഇവിടുന്ന് ഷെയർ ടാക്സി, ഷെയർ ഓട്ടോ ഒന്നും ബൈന്ദൂരിലേക്ക് കിട്ടത്തില്ല. പിന്നെ ഓട്ടോക്കാർ എങ്ങനെയോ വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് സമയം കാണാൻ പറ്റും. ഏകദേശം 11:48 അടിപ്പിച്ചാണ് എനിക്ക് വണ്ടി കിട്ടിയത് കേട്ടോ. അത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വട്ടായിട്ടാണ് എനിക്ക് ലാസ്റ്റ് ഓട്ടോ കിട്ടിയത്. പക്ഷേ പാങ്ങോട്ട് ഓട്ടോ ചേട്ടൻ എന്നെ കറക്റ്റ് ഒരു 12:15 ആയപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചു. ഇവിടെ എത്തിയപ്പോൾ അടുത്ത ട്രെയിൻ ഒരു അരമണിക്കൂറോളം ലേറ്റ്. ഞാൻ പിന്നെ ഈ ഓട്ടോ ഒക്കെ ഓടിയത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തോണ്ടാണ് കേട്ടോ. കാര്യം, പിന്നെ ടിക്കറ്റ് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല ആ ദിവസങ്ങളിൽ. ഞാൻ വന്നത് 16:34 നേത്രാവതി എക്സ്പ്രസ്സിലാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നല്ല ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു, ആരുമില്ല. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ്, ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്റ്റേഷൻ, നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്റ്റേഷൻ. ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ വരുന്നു. ഞാൻ പിന്നെ ട്രെയിനിലേക്ക് കയറാനുള്ള തിടുക്കത്തിലായ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ കയറിക്കിടന്ന് ഉറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കാണുന്നതാണ് ഇവരെല്ലാവരും കോട്ടയംകാരായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും കൂടെ ഗോവയ്ക്കൊരു ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിയായിരുന്നു. ഈ പയ്യനാണ് കേട്ടോ ഇവരുടെ കോർഡിനേറ്റർ. പിന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് കമ്പനിയായി. പിന്നെ ഇവരുടെ ലൈഫിലുണ്ടായ ഓരോ കഥകൾ കേട്ടപ്പോൾ സത്യം പറയാമല്ലോ നിങ്ങളോട്, സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് തോന്നിയൊരു നിമിഷമായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ ലൈഫിലുണ്ടായ വെല്ലുവിളികളും ഇവർക്ക് പോകാൻ പറ്റാതിരുന്ന യാത്രയൊക്കെ ഇവരിപ്പോൾ പോയിട്ട് വരുന്ന കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളൊന്നും ഒന്നുമല്ലാതെ തോന്നിയൊരു നിമിഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോട്ടയം എത്തിയപ്പോൾ എല്ലാവരും പോയി. ഈ ട്രെയിൻ വൈകുന്നേരം 6:10 ആകുമ്പോൾ ട്രിവാൻഡ്രത്ത് എത്തും കേട്ടോ. ഞാൻ പിന്നെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോ കഥകളൊക്കെ ആലോചിച്ചിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സജഷൻ തരാം. നിങ്ങൾ കൊല്ലൂരേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് മാത്രമേ തിരിച്ചു വരാവുള്ളൂ കേട്ടോ. എന്നെപ്പോലെ രാത്രി ഒന്നും തിരിച്ചോടരുത് കേട്ടോ, പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ വിട്ടുപോയൊരു കാര്യമുണ്ട്, അവിടെ എല്ലാ സിമ്മുകൾക്കും റേഞ്ചില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ ക്യാഷ് എഴുതണം.